ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വാന്തന സീരിയൽ ഇനി വരും പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ധർമ്മനും ബാലനും അതും ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിൽ ഭയങ്കര അടിപിടി വഴക്ക് കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഉണ്ടായിരിക്കുമല്ലോ. ഈ ഭാഗമാണ് നമുക്ക് ശരിക്കും ഇത് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോറിലെ 2 പോലെ തന്നെയാണ് മലയാളത്തിലും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ് റിവ്യൂ ആണ് ഞാൻ പറയുന്നതും കേട്ടോ. കാരണം മലയാളത്തിൽ പോലെ തന്നെയാണ് തമിഴിലും ഇപ്പം മലയാളത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധർമ്മനാണെങ്കിൽ ദിവസവും കൂടുന്ന ബാലനോടുള്ള ദേഷ്യം കൂടുവരും കേട്ടോ. അങ്ങനെ അച്യുതനാനന്ദിനോട് പറയുന്നുണ്ട്, ഏട്ടാ നമ്മുടെ ധർമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അത് ബാലൻ ജയിക്കുന്നതിന് തുല്യമാകും. എടാ ശരിക്കും പറഞ്ഞാൽ ബാലനാടാ തോറ്റുപോയത്. നീ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഗോമതീനെ നമ്മുടെ ഗോമതിന്നോ നമ്മുടെ പെങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തള്ളി പറഞ്ഞാലും പെങ്ങളല്ലാതാവില്ലല്ലോ. പറഞ്ഞാലും നമ്മുടെ പെങ്ങൾ തന്നെയല്ലേ. നമ്മുടെ പെങ്ങൾ ഗോമതിനെ ബാലൻ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ കൂടെ പോയതാണ് ഈ ധർമ്മൻ. അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ബാലനോട് നമുക്ക് എത്ര വൈരാഗ്യമോ ദേഷ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ധർമ്മനെ അവർ സ്വന്തം മകനെ പോലെ അതായത് അവരുടെ ആദ്യത്തെ മൂത്ത മകനെ പോലെ തന്നെയാണ് ധർമ്മനെ കൊണ്ടു നടന്നത്. അതിപ്പോഴും ആണെങ്കിലും ബാലനെ അങ്ങനെ തന്നെയാണ് ധർമ്മനെ കൊണ്ടു നടക്കുന്നത്. എന്തോ തെറ്റിദ്ധാരണയുടെ മൂലം സുകന്യയുടെ ഇരുപിടി കൂട്ടിലൊക്കെ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചിരിക്കണേ. ബാലൻ ഗോമതിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മന് വെറും 15 വയസ്സുള്ളൂ. ആ സമയം മുതൽ തൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ധർമ്മം കൊടുത്തിരിക്കുന്നത്. കാരണം ധർമ്മം ജനിച്ച സമയത്ത് നമ്മുടെ അച്ഛൻ മരിച്ചു പോയല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും വഴക്കും കരുതലും എല്ലാം ബാലൻ ധർമ്മന് കൊടുത്തത്. അപ്പോൾ അവർ തൻ്റെ അച്ഛനും മോനും തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇടപെടേണ്ട. അവരുടെ വഴക്ക് ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഇല്ലേട്ടാ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മുടെ ധർമ്മനെ കള്ളനാക്കിയിരിക്കുകയാണ്. എടാ ആ കാര്യത്തിൽ എനിക്കും ഒരു വിഷമമുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നീ പറയുന്നത് എന്ന് അനന്തൻ ചോദിക്കുക. അപ്പോൾ അച്യുതൻ പറയുക, കേട്ടോ നമുക്ക് ധർമ്മന് നല്ല വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അതായത് സുകന്യയും അവനും തമ്മിലുള്ള ചെറിയൊരു നീരസ്കുറവും കാര്യങ്ങളൊക്കെ മാറിയും കിട്ടുമല്ലോ. പിന്നെ സുകന്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ പോയി ധർമ്മന് കൈ നീട്ടേണ്ട ആവശ്യമില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. ധർമ്മന് ഒരു സ്ഥിര വരുമാനം വേണം. കാരണം ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഒരു സ്ഥിര വരുമാനം വേണമല്ലോ. പിന്നെ അവർക്ക് നാളെ കുട്ടികളായി കുടുംബങ്ങളായി അപ്പോൾ ആകുമ്പോഴേക്കും അവർക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണറാക്കാം ധർമ്മൻ. എൻ്റെ ഏട്ടാ, നമ്മുടെ ബിസിനസ്സിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരുപാട് പാർട്ട്ണറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓഫീസിൽ കൊണ്ടിരുത്താം, ജോലി കൊടുക്കാം, ജോലിക്കാരെ കൂടുതലായിട്ട്. അതിലാരാ പിടിച്ചുവിടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഇപ്പോൾ ഇനി പുതിയ ആൾ കൊണ്ട് പിന്നെ നീ എന്താ ഈ ആലോചിക്കാം? അല്ല, നമുക്ക് പുതിയൊരു ബിസിനസ് ധർമ്മന് ചെയ്തു കൊടുത്താലോ? എടാ അവന് ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാമോ? അല്ല, ഞാൻ അവനെ വില കുറച്ച് പറഞ്ഞതല്ല കേട്ടോ. അവന് ഇത്രയും നാൾ ഗോമതി സ്റ്റോഴ്സിൽ ഇരുന്ന ആ ഒരു പരിചയം മാത്രമല്ലേ അവനുള്ളൂ. അല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാനൊന്നും അവനെ അറിയില്ലല്ലോ. അവനാണെങ്കിൽ പത്താം ക്ലാസ് ഉള്ളൂ. അത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ. 10 അവൻ പഠിത്തം നിർത്തുകയും ചെയ്തു. അത് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ നിർത്തിയതാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അത് ഗോമതി സ്റ്റോഴ്സിൽ ഇത്രയും വർഷം അവൻ നിന്ന് അല്ലേ. അപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. ബാലൻ എവിടെ നിന്നാണ് ചരക്കെടുക്കുന്നതും ബാലൻ എങ്ങനെയാണ് കച്ചവടം നോക്കി നടത്തുന്നതൊക്കെ അതിപ്പോൾ കാര്യങ്ങളൊക്കെ ധർമ്മനെ നോക്കി നടത്തിയിട്ടുണ്ടല്ലോ ഇത്രയും വർഷമായിട്ട്. അത് ശരിയാണ്. അപ്പോൾ ധർമ്മന് ഒരു പലചരക്ക് കട ഇട്ട് കൊടുത്താൽ പോരെ? കാര്യം ശരിയാണ്, പലചരക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നീ പറഞ്ഞ നല്ലൊരു ഐഡിയ തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആ പുതിയ കമ്പനിയില്ലേ അതിൻ്റെ ഫ്രണ്ടിലൊരു പലചരക്ക് കട ഉണ്ടല്ലോ. ആ കട ആ ചേട്ടൻ എന്തോ വിൽക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നീ അവിടെ അന്വേഷിച്ച് പോയി നോക്ക്. ആ കട കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ആ ചേട്ടൻ പുറത്തെവിടെയോ പോവുകയാണല്ലോ. അപ്പോൾ ആ കട ാണല്ലോ അവർ പോകുന്നത്. ആ കട നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മുടെ അനിയും ഉണ്ടാവുകയും ചെയ്യും. അവനെ കട നോക്കി നടത്തുകയും ചെയ്യും. ഓൾറെഡി നല്ല കച്ചവടമുള്ള കടയാണല്ലോ. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ധർമ്മന് വേണ്ടി നോക്കി കൊടുക്കാം. എത്ര രൂപ ആയാലും കുഴപ്പമില്ല. ധർമ്മൻ്റെ സന്തോഷം അതാണ് നമുക്ക് വലുത്. അതുകൊണ്ട് ആ കട നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കാം എന്ന് അനന്തം പറയാം. അച്യുതൻ
പറയാട്ടെ തരാം ചേട്ടാ, ആ കട കിടക്കട്ടെ. ഓ അതൊന്നും വേണ്ട, നമ്മുടെ കൺമുന്നിൽ ഒരു സ്ഥലമില്ലേ ഏട്ടാ? കൺമുമ്പിലോ സ്ഥലമോ ഏട്ടാ? നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലം നമ്മുടെ സ്ഥലമല്ലേ? ആ സ്ഥലത്ത് നമുക്ക് നല്ലൊരു ചെറിയൊരു മോൾ പണിയാനുള്ളതല്ലേ? ഷോപ്പിംഗ് മോള് അല്ല, സൂപ്പർ മാർക്കറ്റ്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ചേട്ടാ. ഒരു പലചരക്ക് കട പോലത്തെ ഒരു കട നമുക്ക് ധർമ്മന് ഇട്ട് കൊടുക്കാം. എടാ, ഇത് നീ അപ്പുറത്തുള്ള ബാലിനോട് കോർക്കാനുള്ള വാശി തീർക്കാനും വേണ്ടി അനിയനോടുള്ള സ്നേഹം പോലെ കാണിക്കുകയാണോ? അല്ല, അത് ശരിക്കും നിനക്ക് ധർമ്മനോടുള്ള സ്നേഹം കൊണ്ടോ നീ പറയുവാണോ? എൻ്റെ ഏട്ടാ, എനിക്ക് ധർമ്മനോട് സ്നേഹമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും സ്നേഹമുണ്ട് ധർമ്മനോട്. ആർക്കാ ധർമ്മന് ഇഷ്ടമല്ലാത്ത? പക്ഷെ അവൻ ആ ഗോമതിയുടെയും ബാലയുടെയും കൂടി പിന്നല്ലേ നമുക്ക് അവനോടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ അനിയനാണ്. അപ്പോൾ അതുകൊണ്ട് അവന് നല്ലൊരു കച്ചവടമുള്ള കട ഉണ്ടാക്കി കൊടുക്കണം. അത് ഈ പഴയ കടയൊന്നും വേണ്ട, പുത്തൻ കട. അതിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് എല്ലാവരെയും വിളിക്കുകയും ചെയ്യാം. ഉദ്ഘാടനം പ്രമാണിച്ച് ആ കടയിൽ വരുന്ന ആൾക്കാർക്ക് 50% ഓഫറും ഇട്ട് കൊടുക്കാം. ഏട്ടാ, കട തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഓഫർ കൊടുക്കാൻ തുടങ്ങിയോ? ഏട്ടാ, അങ്ങനെയൊക്കെ അല്ലേ ആൾക്കാരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. പിന്നെ ബാലൻ്റെ കടയിൽ കൊടുക്കുന്നതിനേക്കാളും 1-2 രൂപ കുറച്ചും കൊടുത്താൽ നമ്മുടെ ഈ കടയിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറി വരും. പിന്നെ 1 വർഷം കൊണ്ട് നമുക്ക് സാധാരണ വിളിക്കുന്ന സാധനങ്ങൾ വിറ്റാൽ മതി. അതിൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാട്ടാ. എന്താ, നമുക്ക് ധർമ്മനൊരു കടയിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ സന്തോഷം. ചേട്ടാ, തന്നെ ധർമ്മനോട് പറ, ധർമ്മ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്തൻ ധർമ്മനെ വിളിക്കുന്നുണ്ട്. എന്താ ഏട്ടാ, നീ മാത്രമല്ല, എല്ലാവരും വരണം. അമ്മേ, രാജശ്രീ, അനു, അലോക്, നന്ദി, എന്നെ എല്ലാവരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അച്യുതൻ പറയാണ്, അനന്തൻ എടാ, നീ തന്നെ ആ സന്തോഷ വാർത്ത എല്ലായിടത്തും പറഞ്ഞു. അയ്യോ, ഞാനോ? ചേട്ടൻ തന്നെ പറ. അല്ല, നീ തന്നെ പറയാം. അല്ല, ചേട്ടൻ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കേട്ടോ. ശരിയെങ്കിൽ ഞാൻ തന്നെ പറയാം. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്താ സന്തോഷ വാർത്ത, കാര്യം പറ, ആരെങ്കിലും ഒന്ന് പറ എന്ന് പറയുകയാണ്. നമ്മുടെ ധർമ്മം ഗോമതി സ്റ്റോഴ്സിൽ ഒരു വേലക്കാരനെ പോലെയാണ് പണിയെടുത്തത് അല്ലേ? അപ്പോൾ ധർമ്മൻ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കണ്ടേ? കടമ ആർക്കാണ്? നമുക്ക്. അപ്പോൾ അങ്ങനെ ധർമ്മനൊരു നല്ലൊരു ജോലി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മേ, നിങ്ങളുടെ ബിസിനസ് പാർട്ണറോ ആക്കാനാണോ? അമ്മേ, ബിസിനസ് കാര്യങ്ങളൊന്നും അവന് ശരിക്കും അറിയില്ലല്ലോ. പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴേക്കും കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അത് അവന് ഇല്ലല്ലോ. അവന് എക്സ്പീരിയൻസ് ഉള്ളത് കടയിൽ ഗോമതി സ്റ്റോഴ്സിൽ നിന്നല്ലേ എന്നുണ്ടാണല്ലോ. നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡായിരിക്കും അവന് നല്ലത്. അതെനിക്ക് ഇഷ്ടമായിട്ടോ എന്ന് സുകന്യ പറയുകയാണ്. എടാ ധർമ്മ, നിനക്ക് ഇഷ്ടമല്ലേ ചേട്ടാ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട ചേട്ടന്മാരെന്ത് പറഞ്ഞാലും അത് ഞാൻ കേൾക്കൂല. പിന്നെ അത് അവിടുത്തെ അളിയനോടും ചേച്ചിയോടുള്ള ദേഷ്യത്തിൽ ഞാൻ ചെയ്യണം എന്ന് പറയും. അങ്ങനത്തെ സ്റ്റോഴ്സ് ഇടുമ്പോൾ അവരോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ധർമ്മൻ. എടാ, അങ്ങനെയൊന്നുമില്ലടാ. നിനക്കിപ്പോൾ സുകന്യനെ നാളെ പറയുകയാണ്, ചേട്ടാ എനിക്കൊരു സാരി വാങ്ങിച്ചു തരണം. നീ എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കും? നിൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? നാളെ നിനക്ക് കുട്ടികളുണ്ടാവും, അതിന് സ്കൂളിൽ ചേർക്കണം, കാര്യങ്ങളൊക്കെ ഭയങ്കര ചിലവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിനക്ക് എന്തായാലും ചെറിയൊരു വരുമാനം വേണം. എടാ, നമുക്കൊരു സ്ഥലം വെറുതെ കിടപ്പുണ്ട് ആ സിറ്റിയിൽ. അവിടെ ആ സ്ഥലത്ത് നിനക്കൊരു കട ഇട്ട് തരാമെന്നാണ് ഞാൻ അച്യുതൻ ചേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. അച്യുതൻ പറയുന്നുണ്ട്, അതേടാ നല്ലൊരു കട. അപ്പോഴേക്കും നമ്മുടെ സുകന്യ പറയുന്നുണ്ട്, പണ്ട് അടിപൊളി പ്ലാൻ. അവിടുത്തെ ബാലേട്ടൻ അവരുടെ കടയ്ക്ക് ഇട്ടേക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് എന്നല്ലേ? ധർമ്മേട്ട, എൻ്റെ പേരിനെ സുകന്യ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അച്യുതൻ പറയുക, അത് എന്ത് പേരെങ്കിലും വേണമെങ്കിലും ഇടുക, പക്ഷേ അതൊരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ ആ കട എവിടെയാ ചേട്ടാ? ഏത് സ്ഥലത്താണ് കട വയ്ക്കുന്നത്? കാര്യമായിട്ടാണ് ചേട്ടൻ പറയുന്നത്. ഏടാ, ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സിന് തൊട്ടപ്പുറത്തുള്ള കടയില്ലേ, അവിടെയാണ് കടയില്ലേ, ആ സ്ഥലത്ത് കട വയ്ക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ സ്ഥലം നിങ്ങൾ വാങ്ങിച്ചത് എനിക്കറിയായിരുന്നു. അല്ല, അവിടെ വേറെന്താ പാർക്കിംഗ് ഏരിയയോ അങ്ങനെ എന്തോ കൊടുക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അതേടാ, പക്ഷേ ഇപ്പോൾ തോന്നുന്നത് നിനക്ക് ആ സ്ഥലം ഞങ്ങൾ കൊടുക്കാൻ തരാമെന്ന്. അപ്പോൾ നാളെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ കടയുടെ കാര്യങ്ങളൊക്കെ
പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ റെഡിയാക്കിക്കൊള്ളാം. നീ ഒന്നും അറിയാൻ നിൽക്കണ്ട. ഇത്രയും പെട്ടെന്ന് കട തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യണം. അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ നിൻ്റെ പേരിൽ ഒരു കട തുടങ്ങി ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയെന്ന് പറയും. ചേട്ടാ, അവിടെ എനിക്ക് വേണ്ട, എനിക്കത് താല്പര്യമില്ല. പിന്നെ അവരെ എപ്പോഴും കാണണം. പിന്നെ അവരുടെ ഭാഷയ്ക്ക് ഞാൻ ദേഷ്യത്തിനൊക്കെ ചെയ്തതാണെന്ന് അവിടുത്തെ ആര്യനും ആകാശം കാര്യം അറിയാലോ. ഇതുപോലൊരു കട തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അളിയനാകെ വിഷമമൊക്കെ ആയിരുന്നു. ആദ്യമേ ആകാശം അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ട് വന്നില്ലേ, എന്നിട്ട് ആയിരുന്നു. എടാ, അയാൾ വിഷമിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ നിനക്ക്? ഞങ്ങൾ ഒരു കട തുടങ്ങാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ആ വില്ലേജ് ഓഫീസിൽ പിന്നെ ആ മീനാക്ഷി ഇരിക്കുന്നത് കൊണ്ട് എങ്ങനെയാവോ എന്നറിയില്ല. എന്തായാലും അതിലപ്പുറം പിടിപെട്ട് നമുക്ക് പടിപാടൊക്കെ ഉണ്ടടാ. എന്തായാലും ഒരു കട തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഗോമതി സ്റ്റോഴ്സ് നേരെ താഴേക്ക് പോകും. കാരണം നിൻ്റെ കട അതാ, നീ തുടങ്ങാൻ പോകുന്ന കടയിൽ ആദ്യത്തെ മാസം നമ്മൾ 50% ഓഫ് കൊടുക്കും പോവുകയാണ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻ കൊടുക്കുന്ന ഉള്ളിക്കോ സവോളയ്ക്കോ പരിപ്പിനോ പയറോ അങ്ങനെ എന്ത് സാധനത്തിനാണെങ്കിലും നീ 1-2 രൂപ കുറിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ആദ്യത്തെ ഒരു വർഷം നഷ്ടം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് കഴിഞ്ഞ് ലാഭം കൊയ്യണം. എന്തായാലും ഗോമതി സ്റ്റോഴ്സ് ബാലന് കട പൂട്ടി വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇനി നീയാണ് കടയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. നിനക്കുള്ള സ്റ്റാഫും അതുപോലെ നിനക്കുള്ള ജോലിക്കാരൊക്കെ ഞങ്ങളെല്ലാം ഏർപ്പാടാക്കിക്കൊള്ളാം. എല്ലാം നല്ല പരിചയസമ്പന്നരായ ജോലിക്കാരെ തന്നെ വയ്ക്കാൻ, നല്ല ഉത്തരവാദിത്തമുള്ള ജോലിക്കാരെ. നീ കടയിൽ പോയില്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നോക്കണം ജോലിക്കാർ. അതുകൊണ്ട് നീ ഇങ്ങനെ ഒന്നും മിണ്ടണ്ട. ഇനി ഗോമതി സ്റ്റോഴ്സിൻ്റെ പതനമാണ്, സുകന്യ സ്റ്റോഴ്സ് ഉയർച്ചയാണ് ഇനിയും കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ധർമ്മന് വേണ്ടി കട തുടങ്ങാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച, അതായത് വീക്കെൻഡ്ലി പ്രൊമോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ, സീ യു.